ആന ന്യൂസിലേക്ക് സ്വാഗതം. വയനാടും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലെന്ത്? BJP കേരള ഘടകത്തിൽ ആഡംബരത്തിന് ഒരു കുറവുമുണ്ടാകരുത്. ഉണ്ണാനും ഉടുക്കാനുമൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്തോണം. കേരളത്തിലെ സംഖ്യകൾ ഇല്ലായ്മയുടെ പേരിൽ അതിനൊന്നും കിടന്ന് കരയരുത്, വിഷമിക്കരുതെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. വളരെ നല്ല നിലപാടാണ്. പലതവണ 8 നിലയിൽ പലയിടത്ത് പൊട്ടിയിട്ടും വണ്ടിയുടെ ഇന്ധനം തീരുന്നതുവരെ വട്ടം ചുറ്റി ഓടിക്കുക എന്ന് തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ കേരളത്തിലും BJP തന്ത്രങ്ങളിതാ ഒന്നുകൂടി മാറ്റിപ്പിടിക്കുന്നു. ഇപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് മിന്നിത്തിളങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട്. ലക്ഷ്യം ചെറുതൊന്നുമല്ല, BJP ചെറിയ മീനുമല്ല. 60 നിയമസഭാ മണ്ഡലങ്ങൾ, 250 പഞ്ചായത്തുകളുടെ ഭരണം, അതിൽ തിരുവനന്തപുരം, തൃശ്ശൂർ നഗരസഭാ ഭരണവും പിടിച്ചെടുക്കും. ഇത്തിരി പാടുപെടും, എങ്കിലും അതിനായി സംസ്ഥാന ഘടകത്തിലൊരു വലിയ പൊളിച്ചുപണി. അതിനാണ് ഇപ്പോൾ BJP കേന്ദ്ര ഘടകത്തിൻ്റെ തീരുമാനം. നിറയെ ഭാരവാഹികൾ കൊണ്ടങ്ങ് നിറയ്ക്കും. അധികാരത്തിലും അണികളെ നിയന്ത്രിക്കുന്നതിലും അതൃപ്തരായ ഒരു നേതാവും കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണ് തീരുമാനം. 14 ജില്ലയാണ് കേരളത്തിന്. എന്നാൽ ഇനി BJPക്ക് 31 ജില്ലാ പ്രസിഡന്റുമാരുണ്ടാകും. അതിൻ്റെ ഇരട്ടി ഭാരവാഹികളും ഉണ്ടാകും. 31 ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകൾ 3ആയി വിഭജിക്കാനും അവിടെ 3 പ്രസിഡന്റുമാരെ വീതം ചുമതല ഏൽപ്പിക്കാനും അടുത്ത നിർദ്ദേശമുണ്ട്. കൂടുതൽ പേരെ അങ്ങനെയും ഭാരവാഹികളെ ഉൾപ്പെടുത്താം. ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടത്. BJP കോർ കമ്മിറ്റി യോഗത്തിൽ അതായിരുന്നു ചർച്ച. അതിന് പുറമെയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 250 പഞ്ചായത്തുകളിലെ ഭരണം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുക എന്നത്. നടക്കാത്ത കാര്യമാണെങ്കിലും BJPക്കും സ്വപ്നം കാണാം. അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റി യോഗം ശക്തമായി തുടരാനും നിർദ്ദേശം നൽകിയത്. എല്ലാ ദിവസവും കോർ കമ്മിറ്റി ചേരണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ എന്നും 10 മിനിറ്റ് യോഗം ചേർന്ന ശേഷം മാത്രമാകണം ചർച്ചകൾ തുടങ്ങുക, പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. അങ്ങനെ 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തിരിച്ച് ഓരോ ജില്ലയാക്കും. കേരളത്തെയല്ല, കേരളത്തിലെ BJP ജില്ല. 5 ജില്ലകൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾക്കാണ് 3 ജില്ലാ കമ്മിറ്റികൾ വീതം ലഭിക്കുക. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോർ കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളും മത്സരിച്ച് ജയിക്കണമെന്നാണ് ഇപ്പോൾ BJP കേന്ദ്ര ഘടകം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം പുറത്തോട്ടാണ്. എന്തായാലും സംഘടനാ തിരഞ്ഞെടുപ്പ് സമവായത്തിലൂടെ ഈ ജനുവരിക്കകം പൂർത്തിയാക്കണം. അതിനുശേഷമായിരിക്കണം ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പുകൾ എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ BJP നേതാക്കന്മാർക്ക് ഇനി വലിയ വലിയ നേതാക്കന്മാരാകാം. 1-2മല്ല, 31 ജില്ലാ പ്രസിഡന്റുമാരാണ് ഇനി BJPയിൽ വരാൻ പോകുന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ ഒരാളെ കാണും. K. സുരേന്ദ്രനെ തൽക്കാലം ആ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ല. സമവായത്തിലൂടെ എല്ലാ തീരുമാനവും സംസ്ഥാന ഘടകത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാകട്ടെ എന്നാണ് കേന്ദ്ര ഘടകം. അങ്ങനെ അത് പറഞ്ഞ് കേന്ദ്ര ഘടകം കൈയൊഴിയുകയും ചെയ്തു. പന്ത് ഇപ്പോൾ വീണ്ടും K. സുരേന്ദ്രൻ്റെ കോർട്ടിലാണ്. പത്തനംതിട്ടയിൽ തോറ്റതാണ്, വയനാട്ടിലും ഒരിക്കൽ തോറ്റു. പക്ഷേ K. സുരേന്ദ്രനും ഇനിയും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. കാരണം മത്സരിക്കാൻ ഇനിയും ഒരു ബാല്യമുണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്. ഇത് കണ്ടിട്ടാണ് മറ്റ് താഴേക്കടയിലെ നേതാക്കളും പ്രവർത്തിക്കേണ്ടത്. ഇതാണ് കേന്ദ്രം നൽകുന്ന നിർദ്ദേശം. ഇനി എവിടെയൊക്കെ പരാജയപ്പെടുമെന്ന് എഴുതി വെക്കേണ്ടി വരും BJP നേതാക്കൾക്ക്.